It's a python. പൈത്തനാണ് അത്. എത്ര പൗണ്ട് അതിന്? 65 പൗണ്ട്. മറ്റൊന്നും ഇല്ല, ഒന്നിനും കാണാൻ വയ്യ, എല്ലാം അകത്ത് കയറി ഇരിക്കുന്നു. ഓരോ ചിലന്തിയുടെയൊക്കെ വില കണ്ട 45 പൗണ്ട്. എൻ്റെ വിലയും 40 പൗണ്ടാണ്. ഇതാണ് ഉണ്ണിച്ചേട്ടനെ മേടിക്കണമെന്ന് പറയുന്ന പാമ്പ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇല്ലേ? അത് കടിക്കൂല. ഇതിനെ നമ്മൾ മേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഓക്കെ. അപ്പോൾ നമ്മളിന്നിപ്പം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ പെറ്റ് അറ്റ് ഹോമിലോട്ട് പോവുകയാണ്. ഈ പെറ്റ് അറ്റ് ഹോമിൽ പോയിട്ട് വേറൊന്നുമല്ല, ഒരു പാമ്പിനെ മേടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ, അല്ലേ? പാമ്പിനെ മേടിക്കട്ടാ. പക്ഷേ മമ്മിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ മമ്മി അറിയാതെ പോയി പാമ്പിനെ മേടിക്കുകയാണ്. എന്നിട്ട് മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാം ചെയ്തതിന് ശേഷം മമ്മി അറിഞ്ഞായി. അതുവരെ അറിഞ്ഞുകൂടാ, മമ്മി വീട്ടിൽ കയറ്റുമോ ഇല്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം, പാമ്പിന് കിട്ടുമില്ലേ എന്നുള്ളത് നോക്കാം. അവിടെ പോയി എന്നിട്ട് ഏത് പാമ്പിനെ വേണം? കോൺ സ്നേക്ക്. നിനക്ക് ഏത് വേണം മക്കളെ? എല്ലാവർക്കും കോൺ സ്നേക്കാ. നമ്മൾ പൈത്തനെയാണ് നോക്കുന്നത്. അപ്പോൾ പൈത്തനെ കിട്ടിയാൽ നമ്മൾ മേ ബി പൈത്തനെ മേടിക്കും. നോക്കട്ടെ ഏത് കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ പോയി നോക്കിയതിന് ശേഷം ആലോചിക്കാം. അവൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നതിന് ശേഷമേ അവളുടെ അടുത്ത് പറയുള്ളൂ. മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് അവൾ സിറ്റുവേഷനൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവൾ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കാനേ പറ്റൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറ. ചാനലിൻ്റെ പേരെന്തോ? Amazing UK. യെസ്. എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്? അമേസിങ് UK ബൈ അനു. Amazing UK by Anu. Amazing UK by Anu. യെസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോവുകയാണ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം നേരെ നമ്മൾ അവിടെ പോയി മേടിച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോസ് പിന്നെ കാണാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഭയങ്കര വലിയൊരു ഈ പെറ്റ്സിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഒരെണ്ണം തന്നെ നമ്മളവിടെ ഉണ്ട്, ക്രോയിഡനിലും ഉണ്ട്. പക്ഷേ അവിടെ ഇത്രയും വലുതല്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. പെറ്റ്സ് അറ്റ് ഹോം എന്ന് പറയും. ഇവർക്ക് എല്ലായിടത്തും ഉണ്ട്, UK മൊത്തം ഉണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. എപ്പോഴും വൗച്ചർ കിട്ടും. 30 പൗണ്ടിൻ്റെയും 20 പൗണ്ടിൻ്റെയൊക്കെ വൗച്ചർ എപ്പോഴും കിട്ടും. There's a yellow snake. A yellow snake. Yeah. Snake. It's a python. പൈത്തനാണ് അത്. എത്ര പൗണ്ട് അതിന്? 65 പൗണ്ട്. മറ്റൊന്നും ഇല്ല, ഒന്നിനും കാണാൻ വയ്യ, എല്ലാം അകത്ത് കയറി ഇരിക്കുന്നു. ഒന്നുമില്ലല്ലേ? അങ്ങനെ നമ്മളെ പാമ്പുകളെല്ലാം തീർന്നു ഇവിടെ കിടന്ന്. ഓരോ ചിലന്തിയുടെയൊക്കെ വില കണ്ട 45 പൗണ്ട്. 4500 രൂപ ഒരു ചിലന്തിക്ക്. ഒരു പല്ലി കണ്ട. ഇത് വേറൊരു പല്ലി. എൻ്റെ വിലയും 40 പൗണ്ടാണ്. ഇവിടെ നിന്നാണ് നമ്മളെല്ലാത്തിനെയും മേടിക്കുന്നത്. ഇതാണ്ട, അതാണ് പാമ്പ്. ഇതാണ് ഉണ്ണിച്ചേട്ടനെ മേടിക്കണമെന്ന് പറയുന്ന പാമ്പ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇല്ലേ? അത് കടിക്കൂല. ഇതിനെ നമ്മൾ മേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിനെ മേടിച്ചാലും വീട്ടിൽ അവളെ കയറ്റൂല. അവർക്ക് അവരെ പാമ്പിനെ വീട്ടിൽ വളർത്താൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളെ പാമ്പിനൊക്കെയുള്ള അക്സസറീസും കാര്യങ്ങളൊക്കെയാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതെല്ലാം പാമ്പിനും
മറ്റേ ലിസാഡിനും അതിനൊക്കെയുള്ള അക്സസറീസാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ലിസാഡ്. 220 പൗണ്ടാണ് ഇതിന്. അവളെ വലിയ ബിഗ് ലിസാഡ് ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. അവരവിടെ മീനിനെ നോക്കുന്നു, ഫിഷിന്. അവൾ പിന്നെ ഇതിൻ്റെ അടുത്തോട്ടൊന്നും വരൂലാനു. എവിടെ ബിഗ് വന്ന് അതിൻ്റെ പ്രൈസ് ഇല്ലേ മക്കളെ? Where? Oh yeah, this is it. 200 pounds. 200 pounds. Well, of course. Of course. ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലിസാഡിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. എല്ലാത്തിനും 8 പൗണ്ട് ആകെ കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ തികയത്തുള്ളൂ. അപ്പോൾ അത്രയും വിലയുണ്ട് ഇവിടെ. അതാണ് ഇതിനെയൊക്കെ തീറ്റി പോറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ. പിന്നെ ഇതിനെയൊക്കെ നോക്കുക എന്ന് പറയുന്നതും ഭയങ്കര പാടാണ്. എല്ലാം ഉണ്ണിക്കുട്ടനായതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് എല്ലാത്തിനെയും നോക്കുക. അവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പെറ്റ്സിനെ എല്ലാം മേടിച്ചത് തന്നെ. പക്ഷെ അവൻ തന്നെ നോക്കുന്നതെല്ലാം. ഇതാ വരുന്നതെന്താ, ഇതാണ് സംഭവം. It likes the camera. Banana snake. ബനാന സ്നേക്ക്. It loves 280 pounds. അപ്പോൾ ഇതിൻ്റെ വില 280 പൗണ്ടാണ് ഇതിൻ്റെ വില. അതായത് നാട്ടിലെ ഒരു 21,000 രൂപ. ഇതിനെ നമുക്കുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹവും ഇഷ്ടവുമാണ് ഇതിനെ മേടിക്കണമെന്ന്. പക്ഷേ വീട്ടിൽ അവളെ സമ്മതിക്കാത്തതുകൊണ്ടാണ് മേടിക്കാത്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചാൽ പിന്നെ പിള്ളേരും സമ്മതിക്കില്ല. ഇവളുമാർ രണ്ടുപേർക്കും ഇഷ്ടമല്ല. ഭയങ്കര രസമാണ് ഇതിനെ കാണാൻ. അടിപൊളി സാധനം. അപ്പോൾ ഇതിനെ മേടിക്കാനാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ ഉണ്ണിക്കുട്ടന് ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും കൂടെ അടി വേറെ കൂടി. ഉണ്ണിക്കുട്ടനും മനുവും കൂടെ ഇവിടെ നിന്ന് അടി കൂടി ഇത് മേടിക്കണമെന്ന് പറഞ്ഞു. അവസാനം അവളെ സമ്മതിച്ചില്ല. ഇനി യന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മേടിക്കാൻ അവളെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ കയറിയാൽ അവനെ കയറ്റൂലെന്ന് വരെ പറഞ്ഞവള്. അല്ലെങ്കിൽ അവൻ വീട് മേടിച്ച് സ്വന്തമായിട്ട് വീട് മേടിക്കുമ്പോൾ നീ കൊണ്ട് വളർത്താതിരിക്കുന്നത്. ഞാനൊന്നും വേണ്ടിയില്ലായിരുന്നു. ഇവർക്കാർക്കും കൊച്ചുങ്ങൾക്കും ഭയങ്കര പേടിയാണ്. ഇവർ രാത്രി എപ്പോഴും സ്നേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അവർക്ക് ഭയങ്കര പേടിയാണ്. ഇഷ്വാൻ മറ്റേന്ന് ഒന്നിനും കാണുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം കുറച്ചേ ഉള്ളൂ. എവിടെ നാട്ടിലെ തവളയാണ്. തവളയെ വേറെ പിടിച്ചിട്ടുണ്ട്. തവളയുടെയൊക്കെ വില ഒന്നും പറയണ്ട. എല്ലാം നല്ല ഉഗ്രം റേറ്റാണ്. തവളയെ പക്ഷെ ഒന്നിനും കാണുന്നില്ലല്ലോ മക്കളെ. യുനോ തവള. I can see this one. Yeah, for green. Yeah. So creepy. ഇത് സ്നേക്കിൻ്റെ കൂടും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതിനകത്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കൂടെ സംഭവം എല്ലാം ഒരു പാക്കാണ്, ഒരു കിറ്റ്. ആ കിറ്റിന് 190. അപ്പോൾ പാമ്പും കിറ്റും ഇതും എല്ലാം കൂടെ ഇങ്ങനെ വേറെ ഒരു 500 പൗണ്ട് 600 പൗണ്ടാവും എന്തായാലും. 600 പൗണ്ട് നാട്ടിൽ 60,000 രൂപ ഈ ഒരു സാധനത്തിന് മേടിക്കാം. നമ്മൾ നേരത്തെ കണ്ട പാമ്പിന്. ഇത് കണ്ടോ നമ്മളെ നാട്ടിലെ പുൽച്ചാടി. ഇത് അതിനെ വളർത്തുന്ന സംഭവമാണ്. അതിൻ്റെ വില 24. പക്ഷേ പുൽച്ചാടി ഇവിടെ ഉണ്ടായില്ലെന്നൊന്നും അറിയാൻ വയ്യ. പുൽച്ചാടിയെ അതിൻ്റെ ഇത്തി കൂടെ വലിയ കൂടിന് 30 ഉണ്ട്, മറ്റേതിന് 45 ഉണ്ട്. ഇത് നമ്മളെ പാമ്പിനും അതിനുമൊക്കെ തണുപ്പ് സമയത്ത് ഹീറ്റ് മാറ്റാണ്, ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. അതിൻ്റെ വില 24,69, 2,500 രൂപ, 2,600 രൂപ. ഇത് നമ്മളെ ഇതിനൊക്കെ കിടക്കാനുള്ള സാൻഡ്, മണ്ണ്. ആ മണ്ണിനും 10 ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? What's that? Sand. Sand എല്ലാം തോന്നുന്നു. That's not sand. I don't know. Maybe ഫോറസ്റ്റിലൊക്കെ കിടക്കൂലേ? ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാണ് കൊടുത്താക്കുന്നത്. അതിന് 12,89. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വില കണ്ട 350ഒക്കെയാണ്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇനി കുറേ ഇതിലത്തെ കുറേ ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് വരണം ഇനി. കാരണം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കും. ഇത് പക്ഷേ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ സാധനം 5,75. ഇത് നമ്മൾ വലിയ അക്വേറിയത്തിൽ ഉണ്ട്. നമ്മൾ ഗോൾഡ് ഫിഷിനൊക്കെ ഇട്ടാക്കുന്ന അക്വേറിയത്തിനകത്തുള്ളതാണ്. അപ്പോൾ ഇത് ബാക്കി ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര വില ഇവിടെ. നമുക്ക്
ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. പിന്നെ ഇതിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ലാഭം. നമ്മൾ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഈ ചെടിക്കൊക്കെ കണ്ട 5,75 എന്നൊക്കെ പറയുമ്പോൾ നല്ല വിലയുണ്ട്. ഈ ടാങ്കൊക്കെ 70 ഉണ്ട്. ഇതൊക്കെ കൊച്ചു ടാങ്കുകളാണ്, നമ്മളെ ഇരിക്കുന്ന ടാങ്കുകളല്ല. ഇതൊക്കെ ഉണ്ട്, ഇത് പ്ലാസ്റ്റിക്, ഇത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. ഇത് ഇതിൻ്റെ വില ഭയങ്കര വില, 160 പൗണ്ട്. 160 കൊണ്ട് ഇതിൽ 3D കണക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വിലയുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. ഭയങ്കര പൈസയാണ് ഇതിനെല്ലാം. ഇവിടെയാണ് നമ്മളെ വീട്ടിൽ അരോണയ്ക്ക് നമ്മൾ മേടിക്കുന്നത്. മോളെ അരോണയുടെ ഫുഡ് എന്താണെന്ന് വെച്ച് ഉണ്ണിച്ചേട്ടൻ്റെ ചോദിച്ചു നോക്കി. ബേംസ് ഉണ്ടാവും ചോദിച്ചേ. ഇതിനെ ആക്ച്വലി നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഇതെങ്ങനെ തുറക്കുന്ന ഇപ്പുറത്തെ സൈഡായിരുന്നു. ഈശ്വര, അപ്പം ഞാൻ പുഴുതെടുത്താനത്. ഇതാ ഈ സംഭവം ഉണ്ടായി. ഇത് വേംസാണ്, ബ്ലഡ് വേം. ഇതാണ് നമ്മൾ അരോണയ്ക്ക് കൊടുക്കുന്നത്. ഉണ്ടോ? ഓക്കെ. അപ്പോൾ വീട്ടിലുണ്ടെന്ന് ഞാൻ നോക്കിയില്ല, അവനാണ് അത് കൊടുക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇത് നമ്മളിങ്ങനെ ഫ്രീസറിൽ ഇട്ടാക്കും, എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് മൊത്തം വേംസുകളാണ്, നമ്മൾ ആ കുഴിയരെ കണക്കുള്ള സംഭവം. അതിനെയാണ് അത് കഴിക്കുന്നത്. പിന്നെ ഉണ്ണിക്കുട്ട അവിടെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കും, ചിക്കനൊക്കെ കഴിക്കാറുണ്ട് അവർ. ഇതൊക്കെ മേടിച്ച് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഭയങ്കര വില. അതിനൊക്കെ തന്നെ 9 കൊണ്ട് 10 കൊണ്ടൊക്കെയാണ്. ഓൺലൈനിൽ കുറച്ചുകൂടെ കുറവാണ്, കാരണം ഓൺലൈനിൽ നിന്ന് മേടിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് എന്തുമാത്രം, ഇവിടെ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് വെള്ളക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിന്. ഇപ്പം ഞങ്ങളും ഏകദേശം ഒരുപാട് പെറ്റ്സായി വീട്ടിൽ. ഇത് ഹെൽത്തി ഫിഷ് ആൻഡ് ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നുമില്ല, സംഭവം ഒന്നുമില്ല ഇതിനകത്ത്. ആകെ ഇത്തിരി പോലെ ഉള്ളു. വില 4,79. നല്ല വില. അത് മേടിച്ചാലും നമ്മളെ വീട്ടിലെ ഗോൾഡ് ഫിഷിന് എന്ന് പറഞ്ഞാൽ വലിയ നല്ല സൈസുള്ളതാണ്. അവന്മാർക്ക് 2 ദിവസത്തേക്കേ തികയുള്ളൂ. എങ്കിൽ ഞങ്ങൾ കുറേശ്ശാണ് ഇടുന്നത്, എന്നാൽ പോലും എനിക്ക് അത് തികയത്തില്ല, കാരണം അത്രയ്ക്ക് ചെറുതാണ്. ഇത് വേണ്ട ഈ സംഭവം കണ്ട, ഇതാണ് നമ്മൾ വീട്ടിൽ മറ്റേ ഹാംസ്റ്ററിനും നമ്മളെ മറ്റേന്മാരൊക്കെ ഇടുന്നത്. ഇത് ആക്ച്വലി നമ്മൾ 2 ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി വീട്ടിലുണ്ട്, സ്റ്റോക്കുണ്ട്, അതുകൊണ്ടിപ്പം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ എല്ലാം ചെറിയ പാക്കുണ്ട്, നമുക്ക് വലിയ പാക്കുണ്ട്, ചെറിയ പാക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അപ്പോൾ നമ്മൾ ആ മീഡിയത്തിലുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാങ്ങിയിരിക്കുന്നത് വലുതാണ്. ഇത് ഈ ഇരിക്കുന്ന വലുത് നമ്മളങ്ങനെ മേടിക്കാറില്ല. ഈ ചെറുത് ചിലപ്പോഴൊക്കെ ഓഫർ ഇട്ടാക്കാം, അപ്പോൾ അതാണ് കൂടുതലും മേടിക്കാറുള്ളത്. പിന്നെ ഉള്ളതാണ് ഇതിന് 6,49. നമ്മൾ ഈ സാധനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അവന്മാർക്ക് കൊടുക്കുന്നതാണ്. ബോബിനും പിന്നെ നമ്മളെ ഷുഗറിനും ബിസ്ക്കറ്റിനും കൊടുക്കുന്ന സംഭവം. ഇത് നമ്മളെ നാട്ടിലെ വൈക്കോലില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ചെറിയ വൈക്കോല് കണക്കത്തെ ഒരു സംഭവമാണ്. ഇതാണ് നമ്മൾ അവർക്ക് പുല്ല് ഇട്ട് കൊടുക്കും. ഇതാണ് കഴിക്കുന്നത്. ഇത് മാത്രമല്ല, അവർ പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കും. ഇതാ പുല്ലിൻ്റെ ചെറിയ സംഭവമാണ്. ഇത് വളരെ ചെറുതാണ്, പക്ഷേ ഇത് കുറച്ച് ദിവസത്തേക്ക് തികയോ. പിന്നെ നമ്മളവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് പോകുമ്പോൾ പിന്നെ പെട്രോൾ ചാർജ് എല്ലാം നോക്കുമ്പോൾ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തിരി അത്യാവശ്യം വലുത് മേടിച്ചുകൊണ്ട് പോകണം, 1 2 മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതവിടെ ഉപയോഗിക്കാം. ഇവിടെ ഒരുപാടുണ്ട് സ്റ്റോക്ക്, ഇപ്പോൾ ഒരുപാടുണ്ട്. ചില സമയത്ത് സ്റ്റോക്ക് കുറവായിരിക്കും, പക്ഷേ ഇപ്പം നല്ല ഒരുപാട് സ്റ്റോക്കല്ല ഞാൻ ഉദ്ദേശം, റേറ്റ് കുറവായിരിക്കും. സ്റ്റോക്ക് മിക്കപ്പോഴും കാണും, പക്ഷേ എപ്പോഴും ഓഫർ കാണത്തില്ല. ചില സമയത്ത് നല്ല ഓഫർ ഉള്ളപ്പോൾ നമ്മൾ 2 3 ഒക്കെ മേടിച്ചും കൊണ്ടുപോകും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്യാറ്റ് ഫുഡാണ്. നമ്മളെ ക്യാറ്റിനും നമ്മളെ പൂച്ചയ്ക്ക് കൊടുക്കുന്ന സംഭവം. ഇതൊക്കെയാണ് ഇവിടുത്തെ പൂച്ചകളൊക്കെ കഴിക്കുന്നത്. മറ്റൊക്കെ കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പൂച്ചയൊന്നും വീട്ടിൽ മേടിക്കുന്നില്ല, കാരണം അവർക്ക് ഇഷ്ടമല്ല. രോമം ഒക്കെ പൊഴിയുമെന്ന് പറഞ്ഞ് പൂച്ചയൊന്നും അതിനകത്ത് കയറ്റാൻ അവൾ സമ്മതിക്കില്ല. ഈ കിടക്കുന്ന സംഭവം കണ്ട, ഇത് നമ്മളെ എലിയാണ്, നാട്ടിലെ എലി. എത്ര ഉണ്ട്? 12 ഉണ്ട്. 12.50. അതായത് നാട്ടിലെ ഒരു 1,300 രൂപ ഉണ്ട്. ഇതാണ് സംഭവം കിടക്കുന്നു. ഇത് നമ്മളെ റാബിറ്റ്, നമ്മളെ മുയലാണ് സംഭവം. പക്ഷേ ഇതിനെ കൂടെ കാണാൻ കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. ഓറിയോ കണക്ക് ഇരിക്കുന്നത്. ഓറിയോ എന്ന് പറയുന്നത് ഇവർ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് കാണുന്ന ഒരു പൂച്ചയായിരുന്നു. ആ പൂച്ചയുടെ പേര് ഓറിയോ എന്നായിരുന്നു. പിന്നെ അത് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അതെ ഇവർ. പക്ഷേ ഇത് വലിയ രസമൊന്നുമില്ല. പക്ഷേ ഇത് വയസ്സായതാണ്, ഒരുപാട് വയസ്സായതാണ്, വലിയതില്ല.
എന്നാലും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടാക്കുന്നതാണ്. ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്താക്കുന്നതാണ്. ഇത് വിലക്കുറവായിരിക്കും, കൂടിപ്പോയി 5 കൊണ്ട് 10 കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടും. ഈ അഡോപ്റ്റ് ചെയ്യാതിരുന്നതിന് നമുക്ക് വിലക്കുറവ്. അതിൻ്റെ പേര് കണ്ട പോപ്പി ആൻഡ് ഫ്ലഫ് അല്ലേ? ഹാബിറ്റ്സ്. ഇത് വീട്ടിൽ വളർത്തിയിട്ട് അവർക്ക് പിന്നെ നോക്കാൻ പറ്റാതെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് വളരെ ചീപ്പായിട്ട് കിട്ടും. ഇതിനൊന്നും ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് വിലക്കുറവാണ്. അപ്പോൾ നമ്മളെ ബോബിന് നമ്മൾ മേടിച്ചത് അഡോപ്റ്റ് ചെയ്തതാണ് അല്ലേ? അഡോപ്റ്റ് ചെയ്തതാണ് നമ്മൾ മേടിച്ചത്. അവന് പാവം, പക്ഷേ ഭയങ്കര ഇണക്കമാണ്. പക്ഷേ അവന് പ്രായം കുറവായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന എല്ലാം മറ്റേ ഗിനിപ്പിക്കാണ്. നമ്മളെ വീട്ടിൽ കിടക്കുന്നതാണ്. വേണ്ട, ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത് അവന്മാരെ രണ്ടിന്. നിങ്ങൾ ആ കാണുന്ന സ്ഥലമാണ് അത് നമ്മൾ ആ പട്ടിയൊക്കെ രോമം കട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളെ വീട്ടിലെ പട്ടികളെയൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ രോമമെല്ലാം കട്ട് ചെയ്ത് നല്ലോണം സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും. പക്ഷേ ഒടുക്കത്തെ ചാർജാണെന്നുള്ള അടുക്കാൻ പറ്റില്ല. ഒരുപാട് ചെറിയ ഹാംസ്റ്റേഴ്സ്, കുഞ്ഞ് ഇത്രയും ഉള്ളപ്പോഴാണ് നമുക്ക് അവനെയും കിട്ടിയത്. നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പീനട്ടിന് കൊച്ചു ഹാംസ്റ്റർ ആയിരുന്നു അവൻ. ഇത് കൂടെ വലുതായിരുന്നു അല്ലേ നമ്മളെ പീനട്ട്? It's a different kind. It's a different kind of hamsters. It's a different one. This one's dwarf. I was sick. Okay, what about this one? That one is not a hamster. That's a gerbil. No, this one. Yeah, that's a gerbil. Okay. അതാണ്, എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. അത് കിടന്ന് ഓടുന്നത് നമ്മളെ എലിയുടെ വേറൊരു പതിപ്പ് ശരിക്കും. അതോ അകത്ത് കയറി ഈ വരുന്ന സംഭവമാണ്. ചരി നിൽക്കുന്ന നോക്കിയാണ്. ലുക്ക്, ലുക്ക് ലൈക്ക് മൗസിനെ. ശരിക്കും നമ്മളാ എലി കണക്ക് തന്നെ ഇരിക്കുന്നത്. ഇത് മൗസാണോ മക്കളെ? ഇത് ജാബിൽ എന്തോ സംഭവം എനിക്ക് പറഞ്ഞൂടാ. ബിഗ് ഹാംസ്റ്റർ. നമ്മളെ ഹാംസ്റ്ററിനെ കണക്ക്, നമ്മളെ പീനട്ടിനെ കണക്ക് ഒരാൾ ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. സ്ലീപ്പിങ്. നമ്മളെ പീനട്ടിനെ കണക്ക് തന്നെ എപ്പോഴും സ്ലീപ്പിംഗ് ആണ്. മൂന്നുണ്ടാ? എന്ത് നല്ല രസമല്ലേ? നമ്മളെ പീനട്ടിനെ കണക്ക് തന്നെ. This hamster is just small. This is Joe's hamster. I was a Syrian hamster. That's why it's big like that. ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളെ കച്ചിൽ, ഇതാ ഇതുപോലെ നമ്മൾ കച്ചിലിടുന്ന ഇല്ല, നേരത്തെ നമ്മൾ കണ്ടാണ്. അവിടെ നിന്നെല്ലാം ഇറങ്ങി എന്താ ചെറിയ സൗണ്ട് കേട്ട് ഓടുന്നുണ്ട്. അത് ഇനി നമുക്ക് സൗണ്ട് ഭയങ്കര പേടിയാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ കിടക്കുന്ന ഇപ്പം കിടന്ന് അവന്മാർക്ക് ഇപ്പോൾ സൗണ്ടൊന്നും പേടിയൊന്നുമില്ല. കാര്യം എപ്പോഴും ഞാൻ അവിടെ പാട്ടും ബഹളവും പിള്ളേരും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന്മാർക്കിപ്പോൾ പേടിയൊന്നുമില്ല. അവന്മാരെപ്പോഴും കയ്യിൽ വന്ന് കൂളായിട്ടിരിക്കും. ഇപ്പം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. ഇത് നമ്മളെ ഹാംസ്റ്ററിന് നമ്മളെ അവന്മാർക്ക് മേടിച്ചതാണ്. അവന്മാരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതിനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇത് ചെറിയൊരു സൗണ്ട്, ഇതിൻ്റെ ഇങ്ങനെ ഈ കിലുങ്ങുന്ന ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ അവന്മാർ കരച്ചിൽ തുടങ്ങുകയാണ് ഇത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അവർക്കുള്ള ഗിനി പിഗിൻ്റെ വൈറ്റമിനാണ്. ഇത് അവന്മാർക്ക് ഇത് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൊടുക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഇതാണ്ട് അവിടെ ക്ലോസ് ആയി. കാര്യം സമയം കഴിഞ്ഞ് 4 മണി വരെ. ഇന്ന് സൺഡേ ആയിരുന്നു, 4 മണി വരെ ഉള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാത്തിനെയും വണ്ടി കയറ്റി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകണം. നമ്മളെ സെയിം വണ്ടി ഇതോ അവിടേക്കും കിടക്കും. സെയിം വണ്ടി, സെയിം കാർ. പക്ഷേ അവരുടെ അലോയ് ബ്ലാക്ക് ആണെന്നുള്ളൂ, നമ്മളത് വൈറ്റാണ്. കോപ്പി ക്യാറ്റ്.